നമസ്കാരം. ഏവർക്കും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടുകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 16, 2025 ബുധൻ. അങ്ങനെ ഇന്നലെ നമ്മുടെ മാർക്കറ്റില് 4 ദിവസത്തെ നഷ്ടങ്ങൾക്ക് ശേഷം നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുന്ന കാഴ്ചയാണ് കാണുവാനായിട്ട് സാധിച്ചത്. ബെറ്റർ ആയിട്ടുള്ള WPI ഇൻഫ്ലേഷനും CPI ഇൻഫ്ലേഷൻ ഡേറ്റാസ് ഒക്കെ വന്നതിനെ തുടർന്ന് എല്ലാ സെക്ടറും ഇന്നലെ നേട്ടത്തോടു കൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഇന്നലെ നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം US നിന്നുള്ള പലതരത്തിലുള്ള ഇൻഫ്ലേഷൻ ഡേറ്റകളുടെ വെയിറ്റിംഗിലായിരുന്നു. അവയൊക്കെ വന്നിട്ടുണ്ട്. അവയെക്കുറിച്ചൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഇന്ത്യ വിക്സ് ഇന്നലെ 4% ഇടിഞ്ഞുകൊണ്ട് 15 മാസത്തെ ലോ ടച്ച് ചെയ്യുകയുണ്ടായി. അനലിസ്റ്റുകളുടെ അഭിപ്രായ പ്രകാരം നിഫ്റ്റിയിൽ ഒരു അപ് ട്രെൻഡ് സാധ്യമാകണമെങ്കിൽ ക്ലോസിംഗ് ബേസിസിൽ 25,300 എന്ന ലെവലിന് മുകളിലായിട്ട് ക്ലോസിംഗ് രേഖപ്പെടുത്തണമെന്നാണ് പറയപ്പെടുന്നത്. അവരുടെ അഭിപ്രായ പ്രകാരം നിഫ്റ്റി 25,250, 25,300 എന്ന ലെവലുകളിലേക്ക് പ്രയാണം നടത്തി അവിടെ ഹോൾഡ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ 25,400, 25,500 എന്ന ലെവലുകളിലേക്ക് നിഫ്റ്റിക്ക് എത്തിച്ചേരാൻ സാധിച്ചേക്കാമെന്നും, ഇനി നിഫ്റ്റിയിൽ ഒരു ഫോൾ ഉണ്ടാവുകയാണെങ്കിൽ 25,000 എന്ന ലെവൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം സൈക്കോളജിക്കലിയും മാത്രമല്ല കീ സപ്പോർട്ട് തന്നെ ആയിരിക്കാൻ സാധ്യതയുണ്ട്. 25,000 എന്ന ലെവലിന് താഴേക്ക് നിഫ്റ്റി പതിക്കുകയാണെങ്കിൽ സെല്ലിംഗ് പ്രഷർ അനുഭവപ്പെട്ടേക്കാമെന്നും അഭിപ്രായങ്ങളുണ്ട്. ഇന്നലെ ഇന്ത്യൻ രൂപ അമേരിക്കൻ ഡോളറിനെതിരെ 18 പൈസയുടെ നേട്ടം കൈവരിച്ചുകൊണ്ട് 85.81 എന്ന ലെവലിൽ വ്യാപാരം അവസാനിപ്പിക്കുന്ന കാഴ്ച കാണുവാനായിട്ട് സാധിച്ചു. ഇന്നലെ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ 120.47 കോടി രൂപയുടെ ബൈയിങ് ആണ് ക്യാഷ് മാർക്കറ്റിൽ നമ്മുടെ മാർക്കറ്റിൽ നടത്തുകയുണ്ടായത്. തത്സമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 1,555 കോടി രൂപയുടെ ബൈയിങ്ങും നടത്തുകയുണ്ടായി. ഇന്ന് Q1 റിസൾട്ടുകൾ പ്രഖ്യാപിക്കുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ ടെക് മഹേന്ദ്ര, ITC ഹോട്ടൽസ്, ഏഞ്ചൽ വൺ, DB കോർപ്പ്, ലീ ട്രാവന്യൂസ് ടെക്നോളജി, കൽപാത്രോ, ലോട്ടസ് ചോക്ലേറ്റ്സ്, L&T ടെക്നോളജി സർവീസസ്, റിലയൻസ് ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ തുടങ്ങിയ കമ്പനികളാണ്. അതുപോലെ തന്നെ പ്രസിഡന്റ് ട്രംപിന്റെ ഭാഗത്ത് നിന്നും പുതിയ പ്രഖ്യാപനം വന്നു. ഇന്തോനേഷ്യക്ക് എതിരെ 19% താരിഫായിരിക്കും ചുമത്തുക എന്നും, അതുപോലെ തന്നെ US എക്സ്പോർട്സിന് ഇന്തോനേഷ്യയില് താരിഫ് ഒന്നും ഏർപ്പെടുത്തുക ഇല്ല എന്നൊരു പ്രഖ്യാപനം കൂടി വന്നിട്ടുണ്ട്. അതുകൂടാതെ ഏറ്റവും വലിയൊരു പ്രഖ്യാപനം വന്നത് ഡ്രഗ്സിന്, അതായത് ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സിന് മുകളിൽ 200% താരിഫാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത്. ഇന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ടായി ഡ്രഗ്സുമായി ബന്ധപ്പെട്ട താരിഫ് ഓഗസ്റ്റ് 1 കൂടി നിലവിൽ വന്നേക്കാമെന്ന്. സോ ഇന്ന് നമ്മുടെ ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സിന്റെ ഒക്കെ പെർഫോമൻസ് കണ്ടു തന്നെ അറിയേണ്ടതായിട്ട് വരും. ഇനി വരും ദിവസങ്ങളിൽ ഡ്രഗിന്റെ അഡീഷണൽ താരിഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പുതിയ ഡെവലപ്മെന്റ്സുകൾ നമുക്ക് പ്രതീക്ഷിക്കേണ്ടതായിട്ട് തന്നെയുണ്ട്. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. ഇന്നലെ US നിന്നുമുള്ള ഇൻഫ്ലേഷൻ ഡേറ്റയ്ക്ക് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗിലായിരുന്നു ഗ്ലോബൽ മാർക്കറ്റ്. നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം 6 മണിക്ക് അത് റിലീസ് ചെയ്യുകയുണ്ടായി. US കൺസ്യൂമർ പ്രൈസ് 5 മാസത്തെ ബിഗസ്റ്റ് ജമ്പ് നടത്തുകയുണ്ടായി. US ട്രേഡ് താരിഫുമായി ബന്ധപ്പെട്ട് ഇൻഫ്ലേഷൻ ഹീറ്റ് ആകാൻ തുടങ്ങിയതിനെ തുടർന്ന് US കൺസ്യൂമർ പ്രൈസ് 5 മാസത്തെ ബിഗസ്റ്റ് ജമ്പാണ് ഇൻഫ്ലേഷൻ ഡേറ്റിൽ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായത്. തൽഫലമായിട്ട് ഇന്നലെ നാസ്ഡാക്കിന് റെക്കോർഡ് ഓൾ ടൈം ഹൈ എൻവിഡിയുടെ റാലിയോടുകൂടി നേടാൻ സാധിച്ചുവെങ്കിലും അവിടെ നിന്നും നാസ്ഡാക്ക് ഫോൾ ആവുന്ന കാഴ്ചയാണ് കണ്ടത്. S&P 500 നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിച്ചു. തത്സമയം നാസ്ഡാക്ക് സ്ലൈറ്റ്ലി പോസിറ്റീവായിട്ടാണ് വ്യാപാരം അവസാനിപ്പിക്കുക ഉണ്ടായത്. നിലവിൽ ഡോ ജോൺസ് ഫ്യൂച്ചർ 45 പോയിന്റുകളുടെ നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം തുടരുന്നു. അമേരിക്കൻ നിക്ഷേപകരെ സംബന്ധിച്ച് ഇൻഫ്ലേഷൻ ഡേറ്റകൾ ഡൈജസ്റ്റ് ആയെങ്കിൽ കൂടിയിട്ടും ഇനി വരാനിരിക്കുന്ന ക്വാർട്ടർ റിസൾട്ടുകൾ, എസ്പെഷ്യലി ബാങ്കിങ് കമ്പനികളുടെ റിസൾട്ടുകൾ അവിടുത്തെ നിക്ഷേപകരെ ആശങ്കയിൽ ആഴ്ത്തുന്നുണ്ട്. അതാണ് ഇന്നലെ അമേരിക്കൻ മാർക്കറ്റിൽ നേട്ടം കൈവരിക്കാൻ സാധിച്ചെങ്കിൽ കൂടിയും അവസാനം ആ നേട്ടങ്ങളൊക്കെ ചോർന്നു പോകുന്ന കാഴ്ച കാണുവാനായിട്ട് ഇടയായത്. ഇന്നലെ US നിന്ന് വന്ന മോശമായ ഇൻഫ്ലേഷൻ ഡേറ്റയെ തുടർന്ന് യൂറോപ്യൻ ഹെവി വെയ്റ്റ് ഫിനാൻഷ്യൽ സ്റ്റോക്സും ഹെൽത്ത് കെയർ സ്റ്റോക്സിലൊക്കെ ഉണ്ടായി ഇടിവ് മൂലം ഇന്നലെ 3 യൂറോപ്യൻ മാർക്കറ്റ്സും നഷ്ടത്തോടു കൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുക ഉണ്ടായി. ഗിഫ്റ്റ് നിഫ്റ്റിയുടെ നിലവിലെ ഇൻഡിക്കേഷൻ പ്രകാരം ഇന്നൊരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് നമ്മുടെ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുവാനായിട്ട് സാധിക്കുന്നത്. ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് വരുമ്പോൾ ജപ്പാൻ മാർക്കറ്റ് നേട്ടത്തോടു കൂടിയും കൊറിയൻ മാർക്കറ്റ് നഷ്ടത്തിലുമാണ് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. കൊമോഡിറ്റിയിൽ ബ്രന്റ് ക്രൂഡിലും ക്രൂഡ് ഓയിലിലും നേരിയ ഉയർച്ച അനുഭവപ്പെടുന്നുണ്ട്. ഗോൾഡും ഉയർന്നു തന്നെ വ്യാപാരം തുടരുന്നു. ഇനി നമുക്ക് സ്പെസിഫിക് ആയിട്ട് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും
ടെക്നിക്കൽസിലേക്ക് പ്രവേശിക്കാം. നിഫ്റ്റിയുടെ PCR ഇന്നലെ മാറി മറിഞ്ഞുകൊണ്ട് 0.76 എന്ന നിലയിലേക്ക് എത്തിയിട്ടുണ്ട്. മാക്സ് പെയിൻ 25,200 എന്ന ലെവലിലും. നിഫ്റ്റിയിലെ നിലവിൽ കാണുന്ന ട്രെൻഡ് ബൈയിങ് ലെവൽ അറ്റ് ലോവർ ലെവൽസ് ആണ്. ഇന്നലത്തെ റാലിയോട് കൂടിയിട്ട് ഡെയിലി ചാർട്ട്സിൽ ബുള്ളിഷ് കാൻഡിൽസ്റ്റിക് പാറ്റേൺ ദൃശ്യമാകുന്നുണ്ട്. വീക്ക്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 26,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതേ സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗും ദൃശ്യമാകുന്നത്. 25,000 എന്ന സ്ട്രൈക്കിലാണ് പുട്ട് സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുന്നതെങ്കിൽ കൂടിയിട്ടും 25,200 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് ദൃശ്യമാകുന്നത്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ PCR 0.85 ആയിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. അതുപോലെ മാക്സ് പെയിനും 56,900 എന്ന നിലയിലേക്ക് മാറിയിട്ടുണ്ട്. മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 56,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്കും പുട്ട് സൈഡിലേക്കും ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും മാക്സിമം കോൾ റൈറ്റിംഗ് 58,500 എന്ന സ്ട്രൈക്കിലും മാക്സിമം പുട്ട് റൈറ്റിംഗ് 56,500 എന്ന സ്ട്രൈക്കുകളിലുമാണ് ദൃശ്യമാകുന്നത്. നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകളിലേക്ക് പ്രവേശിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. HDFC ലൈഫ് ഇൻഷുറൻസ് കമ്പനി Q1 പ്രോഫിറ്റ് 14% ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 478 കോടി രൂപയിൽ നിന്നും 546 കോടി രൂപയിലേക്ക് ഉയർച്ച രേഖപ്പെടുത്തുകയുണ്ടായി. HDB ഫിനാൻഷ്യൽ സർവീസസ് പ്രോഫിറ്റ് 2.4% ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് 582 കോടി രൂപയിൽ നിന്നും 562 കോടി രൂപയിലേക്ക് ഫോളായി. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 18.3% ഉയർച്ചയും രേഖപ്പെടുത്തുകയുണ്ടായി. ICIC ലംബോർഡ് ജനറൽ ഇൻഷുറൻസ് കമ്പനി പ്രോഫിറ്റ് 28.7% ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 580 കോടി രൂപയിൽ നിന്നും 747 കോടി രൂപയിലേക്ക് വളർന്നു. ജസ്റ്റ് ഡയൽ പ്രോഫിറ്റ് 13% ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 141.2 കോടി രൂപയിൽ നിന്നും 159.6 കോടി രൂപയിലേക്ക് ഉയർച്ച രേഖപ്പെടുത്തി. നെറ്റ്വർക്ക് 18 മീഡിയ ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ന്യൂസ് ബിസിനസിന്റെ ഓപ്പറേറ്റിംഗ് റവന്യൂ 4.9% ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് 453 കോടി രൂപയിൽ നിന്നും 430 കോടി രൂപയിലേക്ക് ചുരുങ്ങി. ഓൾ കാർഗോ ടെർമിനൽസ് കമ്പനി 38.28 കോടി രൂപയുടെ ഫണ്ട് റേസ് ചെയ്യുന്നുണ്ട് കൺവേർട്ടബിൾ വാറന്റ്സ് വഴി. ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര ഇൻഫ്രാ ബോൺസ് വഴി ബാങ്ക് 10,000 കോടി രൂപ ശേഖരിക്കുന്നതായിട്ടുള്ള വാർത്തകൾ. ഏവർക്കും നല്ല ഒരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടുമായിട്ട് കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.